ഇറാൻ പറഞ്ഞു, ഞങ്ങൾ മുമ്പോട്ട് വെച്ചിരിക്കുന്ന 10 കണ്ടീഷൻസ് അംഗീകരിച്ചാൽ ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണ്. ആ 10 കണ്ടീഷൻ അംഗീകരിച്ചാൽ പിന്നെ ഇസ്രായേലോ പശ്ചിമേഷ്യൻ രാജ്യങ്ങളോ ബാക്കി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ചുള്ള ചർച്ചകളെങ്കിലും നടക്കട്ടെ എന്ന് പറഞ്ഞാണ് ട്രംപ് തലയൂരിയത്. പക്ഷെ ചർച്ചകൾ പോലും നടക്കുന്ന സാഹചര്യമില്ല. JD വാൻസിനെ പാകിസ്ഥാനിലേക്ക് അയക്കുന്നുണ്ട്. പക്ഷേ ഈ ചർച്ചകൾ ശരിയല്ല എന്ന് ആദ്യം തന്നെ പറയുന്നു. ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്, ഹിസ്ബുള്ള ഈ കരാറിന്റെ ഭാഗമല്ല, ഞങ്ങൾ ഒരുക്കമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആക്രമണം തുടർന്നതോടെ ഇറാൻ പ്രകോപിതരായി. ഇതോടെ ട്രംപ് ആപ്പിലായി. ട്രംപ് ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ പണി ചെയ്യരുത്, നിങ്ങൾ ദയവായി യുദ്ധം അവസാനിപ്പിക്കും, നിങ്ങൾ ആക്രമിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ സഹികെട്ട് ട്രംപിന്റെ വിരട്ടലിൽ ആശങ്കപ്പെട്ട് ഇന്നലെ നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ തൽക്കാലത്തേക്ക് വെടിനിർത്താം, ആത്യന്തികമായി വെടിനിർത്തലല്ല, ഞങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തിവെക്കാം എന്ന് നെതന്യാഹുവിന് സമ്മതിക്കേണ്ടി വന്നു. അതിനുവേണ്ടി ലെബനനും ഞങ്ങൾ തമ്മിൽ ചർച്ച നടത്താം, ഞങ്ങൾക്ക് പാകിസ്ഥാനെ വിശ്വാസമില്ല, ഞങ്ങളുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾക്ക് പാകിസ്ഥാന്റെ മധ്യസ്ഥത ആവശ്യമില്ല, ലെബനോനുമായി ഞങ്ങൾ നേരിട്ട് ചർച്ച നടത്താം എന്ന് പറഞ്ഞ് വെടിനിർത്താൻ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഹിസ്ബുള്ളയെ ഇല്ലാതാക്കാത്ത ഒരു ധാരണയ്ക്കും തങ്ങൾ ഒരുക്കമല്ല എന്നാണ് ഇസ്രായേലിന്റെ നിലപാട്.